ആസാമിനും കേരളത്തിനും ഒരുപോലായിരുന്നു. അതിൻ്റെ നേരെ പകുതിയായി ഇപ്പോൾ. ആ പകുതിയായിട്ടും നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ട് പോവുക. സാർ, യാതൊരു സംശയവും വേണ്ട. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തു തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകും. സാർ, മറ്റൊന്ന് മെഡിസപ്പാണ്. മെഡിസപ്പ് സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. മെഡിസപ്പ് നിർത്തണമെന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട അംഗത്തിനും UDF-നും ഉണ്ടോ? പെൻഷൻ കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഒരു ഭാഗത്ത്, ആ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് വരുന്നു. നിയമസഭയിൽ ധനമന്ത്രി അതേക്കുറിച്ചുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് തത്സമയം. ഇപ്പോൾ ഇതിന് സമാന്തരമായിട്ട് തന്നെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സൂര്യഗായത്രി, ഏതൊക്കെ രീതിയിലുള്ള സമര മുറകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യം പ്രതിഷേധം ധർണ നടത്തും. അതിനുശേഷമാണ് പ്രതിഷേധ മാർച്ചുമായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുന്നത്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനക്സ് 1 നടക്കുന്ന പ്രതിഷേധമാണ്. പട്ടിണി കഞ്ഞി വെച്ചാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്നത്തെ ഈ പ്രതിഷേധം സംസ്ഥാന സർക്കാർ ജീവനക്കാരന്റെ പണിമുടക്ക് സൂചനാ പണിമുടക്ക് മാത്രമാണ്. അടുത്ത ഈ സൂചന പണിമുടക്കത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെമ്പാടും അരങ്ങേറും. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് സംസ്ഥാന സർക്കാർ ജീവനക്കാർ പോകും. അങ്ങനെ ഒരു അവസ്ഥ സംസ്ഥാനത്ത് ഉണ്ടാക്കരുത് എന്നാണ് കേരളത്തിന്റെ സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട്? ഒരു മാസത്തെ ലീവ് സറണ്ടർ അനുവദിക്കുക, നമ്മുടെ ശമ്പള കുടിശ്ശിക തരിക, ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക തരിക. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നമ്മൾ അർഹരായ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. പങ്കാളിത്ത പെൻഷൻ ഈ സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഏർപ്പെടുത്തുക, സെക്രട്ടേറിയറ്റ് സർവീസ് സംരക്ഷിക്കുക, തുടങ്ങിയ ആവശ്യങ്ങൾ. ഇവയൊന്നും തന്നെ ഒരു പുതിയ ആവശ്യമോ അവകാശമോ അല്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാർ അനുഭവിച്ചു വന്നിരുന്ന അവകാശങ്ങൾ, അത് സംരക്ഷിക്കപ്പെടുക. അതാണ് ഈ 103 മാസത്തെ ഭരണകാലത്ത് ചവിട്ടിമതിച്ചാണ് കേരളത്തിലെ ഭരണകൂടം കടന്നുപോയത്. ആ ചവിട്ടിമതിക്കലിനെതിരെയുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ പാഠങ്ങളാണ് ഈ പണിമുടക്ക് നൽകുന്നത്. കടുത്ത പ്രതിഷേധത്തിലേക്കാണ് സർവീസ് സംഘടനകൾ കടക്കുന്നത് എന്നതാണ്. ഇതുപോലെ വിവിധ ഓഫീസുകളുടെ മുൻപിൽ പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട്. ജില്ലാ ട്രഷറിക്ക് മുൻപിലും ഇതുപോലെ സർവീസ് സംഘടനാ പ്രതിനിധികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചാണ് നടത്തുന്നത്. അവർ ഉന്നയിക്കുന്ന നിരവധി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നിരവധി അവർ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത് പരിഗണിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പരാതി. ഈ പ്രതിനിധികളെ സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നത് വരെയും ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട്. അതെ, പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുകയാണ്. പ്രതിപക്ഷ സംഘടനകളും CPI സംഘടനകളുമാണ് പണിമുടക്കുന്നത്. ശമ്പള പരിഷ്കരണവും DA കുടിശ്ശികയും ആവശ്യപ്പെട്ടാണ് അവരുടെ സമരം. ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. അടിയന്തര പ്രമേയമായിട്ട് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിൽ ഇപ്പോൾ ധനമന്ത്രി നിയമസഭയിൽ ആ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയാണ്. 5 വർഷമായിട്ട് തങ്ങളുടെ ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ ആരോപണം. എന്നാൽ സർക്കാരിൻ്റെ പ്രഥമ പരിഗണന സർക്കാർ ജീവനക്കാർക്ക് തന്നെയാണ് എന്നാണ് ധനമന്ത്രി ഇന്ന് സംസാരിച്ചത്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങൾ തുടരുന്നു നിയമസഭയിൽ നിന്ന്.